ഹലോ നമസ്കാരം വൺസ് അഗൈൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. തത്സമയം തിരൂരിൻ്റെ മണ്ണിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. തിരൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുർക്കുളിമൈദിന് 7,000 വോട്ടുകൾക്കാണ് 2 തവണയും നിയമസഭയിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, ഇക്കുറി അത് മറികടക്കാൻ വേണ്ടി താനൂരിൽ നിന്ന് തിരൂരിലേക്ക് എത്തിയിരിക്കുന്നത് സാക്ഷാൽ വി അബ്ദുറഹ്മാൻ. നമുക്കൊപ്പം സ്പോർട്സ്, വഖഫ്, ഹജ്ജ്, പിൽഗ്രിമേജ്, പോർട്ട്, റെയിൽവേ, അങ്ങനെ നിരവധി വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളുടെയൊക്കെ തലപ്പത്തുണ്ടായിരുന്ന നമ്മളുടെ മുൻ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം മന്ത്രി ചേരുന്നു വി അബ്ദുറഹ്മാൻ. വെൽക്കം വി അബ്ദുറഹ്മാൻ, വെൽക്കം ടു ഇലക്ഷൻ എക്സ്പ്രസ്. ഒറ്റ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, താനൂരിൽ നിന്നും ഭയന്നാണ് തിരൂരിലേക്ക് വന്നതെന്നാണ് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത്. എന്തെങ്കിലും കഴമ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേങ്ങരയിൽ നിന്നും കുഞ്ഞാനക്കുട്ടി എങ്ങനെയാണ് മലപ്പുറത്ത് എത്തിയത്? ഭയന്നാണോ പോയത്? തിരൂർ ഹോം ഗ്രൗണ്ടാണ്, അതിലേക്ക് തിരിച്ചു വന്നതല്ലേ? പക്ഷേ സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ ആർക്കും ആഗ്രഹമുണ്ട്. സ്വന്തം നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടാവും. അതുതന്നെ കാരണം, മറ്റൊന്നുമല്ല. തിരൂരിൽ മുനിസിപ്പാലിറ്റിയിൽ 2 തവണ മത്സരിച്ച് വിജയിച്ച് 1 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, 1 തവണ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ. ഈ മണ്ഡലത്തെ അടുത്തറിയാവുന്ന ആളാണ്. പക്ഷേ വളരെ വൈകിയാണ് പ്രചരണം തുടങ്ങിയത്. ഓടിയെത്തൂ? തീർച്ചയായും ഇപ്പോൾ ഏകദേശം പഞ്ചായത്തുകളിലൊക്കെ തന്നെ പോയി കഴിഞ്ഞു. പിന്നെ മുനിസിപ്പാലിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം അപരിചിതമല്ല. എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരെയും അറിയുന്നതാണ്. ഇവിടുത്തെ ജനങ്ങളെ മൊത്തത്തിൽ ഭൂരിപക്ഷം ആളുകളെയും ഞാൻ നേരിട്ട് പരിചയമുള്ളവരാണ്, സംസാരിക്കുന്നവരാണ്, പേരറിയുന്നവരാണ്. പിന്നെയുള്ള ബാക്കിയുള്ള 5 പഞ്ചായത്തുകൾ അതിലെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ മുമ്പ് രാഷ്ട്രീയ രംഗത്ത് ഉള്ള സമയത്തൊക്കെ അവിടെ ഭാരവാഹികളായി പ്രവർത്തിച്ച കാലത്തുള്ള ആളുകൾ തന്നെയാണ്. മണ്ഡലം അപരിചിതമല്ല? തീർച്ചയായും അല്ല.